ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് ടൂറിസം സീസണിനുള്ള ഒരുക്കങ്ങൾ സജീവമായി. സാംസ്കാരിക ആഘോഷങ്ങളും വിനോദ വിജ്ഞാന പരിപാടികളുമായിട്ടാണ് ഖരീഫ് സീസൺ വിനോദസഞ്ചാരികളെ വരവേൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാനുള്ള തിരക്കിലാണ് അധികൃതർ. സഞ്ചാരികളുടെയും മഴയുടെയും വരവിനെ കാത്തിരിക്കുകയാണ് സലാല. 1.5 മാസം കൂടി കഴിയുന്നതോടെ ഈ മലനിരകളിൽ മഞ്ഞ് പോലെ മഴ പെയ്യും. മൂടൽമഞ്ഞും ചാറ്റൽ മഴയും തണുപ്പും ചേർന്ന് മൂന്നാറിനെ തോൽപ്പിക്കുന്ന മനോഹാരിതയാകും ദോഫാറിന്. പിന്നെ ഇവിടം സഞ്ചാരികളുടെ പറുദീസയാകും. സ്വദേശത്തു നിന്നും പല ദേശങ്ങളിൽ നിന്നുമായി ദോഫാറിലേക്ക് സന്ദർശകർ പറന്നെത്തും. ഇവർക്കായി അതിവിപുല സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ദോഫാർ മുനിസിപ്പാലിറ്റി. ജൂൺ 21 ആരംഭിച്ച് സെപ്റ്റംബർ 20 വരെ തുടരുന്നതാകും ഇത്തവണത്തെ ഖരീഫ് സീസൺ എന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹസിൻ അൽ ഗസാനി അറിയിച്ചു. ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഖരീഫ് സീസണിലെ ഒരുക്കങ്ങളും അദ്ദേഹം പങ്കുവച്ചു. بالإضافة إلى ذلك نحن نعمل الآن على تنفيذ مشروع مدينة صلالة الذكية، وهذا المشروع ننفذه من خلال التعاون مع مؤسسات عالمية متخصصة، وهذا من شأنه أن يراقب الحركة المرورية ويعيد ഒമാനി പാരമ്പര്യം പകർന്നുകൊടുക്കാനും മറക്കാനാകാത്ത വിനോദസഞ്ചാര അനുഭവം സമ്മാനിക്കാനുമുള്ള തയ്യാറെടുപ്പ് ദോഫാറിൽ പുരോഗമിക്കുകയാണ്. തിയേറ്റർ, ഗെയിമിംഗ് ഏരിയ, ലേസർ ഷോ, ഷോപ്പിംഗ് അനുഭവങ്ങൾ എല്ലാം ചേർന്നതാകും ഖരീഫ് സീസൺ. പരമ്പരാഗത ഒമാനി ജീവിതങ്ങൾ എടുത്തു കാണിക്കുന്ന റിട്ടേൺ ഓഫ് ദ പാസ്റ്റ് ഇത്തവണയും സന്ദർശകരെ സ്വീകരിക്കാനുണ്ടാകും. വ്യാപാരമേളയാണ് മറ്റൊരാകർഷണം. പേരൊക്കെയുണ്ട്, കസ്റ്റേർഡ് ആപ്പിൾ, അങ്ങനെ ലോക്കൽ ഫ്രൂട്ട്സ് ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ ഈ സ്റ്റാളിൽ. പിന്നെ ദുബൈയിൽ നിന്ന് വരും, സൗദിയിൽ നിന്ന്, അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി വരും. ഇവിടെ നല്ല കച്ചവടമാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല കച്ചവടം ഉണ്ടാകും. റോഡ് വികസനവും അറ്റകുറ്റപ്പണികളും സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കൽ എന്നിവ പുരോഗമിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലായി 83 ഹോട്ടലുകളിലായി 6537 മുറികളുണ്ടാകും. പ്രാദേശികമായ മറ്റ് താമസ സൗകര്യങ്ങളും ഒരുക്കും. കഴിഞ്ഞ സീസണിൽ 10 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് ഖരീഫ് ആസ്വദിക്കാനായി ദോഫാറിൽ എത്തിയത്. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, സലാല.